2 ദിവസം മുമ്പ് രാജ്യത്ത് പുതിയ 9 അമൃത് ഭാരത് ട്രെയിനുകൾ റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതിൽ കേരളത്തിന് ഒന്നും ലഭിച്ചിരുന്നില്ല. ഇത് മലയാളികളെ ഏറെ നിരാശപ്പെടുത്തിയിരുന്നു. പൊതുവെ യാത്രാക്ലേശം അനുഭവപ്പെടുന്ന കേരളത്തിന് അപ്രതീക്ഷിതമായുണ്ടായ ഈ പ്രഖ്യാപനം ഏറെ ആശ്വാസം പകരുന്നതാണ്. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. നാഗർകോവിൽ ചർലാപ്പള്ളി, കോയമ്പത്തൂർ, ധൻബാദ് എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് തമിഴ്നാടിന് ലഭിക്കുക. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ച 11 സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി, ഷൊർണൂർ സ്റ്റേഷനുകളാണ് കേരളത്തിൽ നിന്ന് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ച കാര്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പാസഞ്ചർ ട്രെയിൻ വൈകിട്ട് 6:10 ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ട് 6:50 തൃശൂരിലെത്തും. തൃശൂരിൽ നിന്ന് രാത്രി 8:10 പുറപ്പെട്ട് 8:45 ഗുരുവായൂരിലെത്തും. ഷൊർണൂർ നിലമ്പൂർ പാത വൈദ്യുതീകരണവും റെയിൽവേ അംഗീകരിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ട്രെയിനുകളാണ് അമൃത് ഭാരത് എക്സ്പ്രസുകൾ. സെമി ഹൈസ്പീഡ് വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ടിക്കറ്റ് നിരക്കിൽ വേഗമേറിയ യാത്ര ഇതോടെ സാധ്യമാകും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.